ഗംഗയുടെ തീരത്തിലൂടെ കുറച്ച് മുന്നോട്ട് നടക്കാം എന്ന് വിചാരിച്ചു. ഗംഗയ്ക്ക് ഇവിടെ വലിയ ഒഴുക്കൊന്നും കാണുന്നില്ല, സ്വസ്ഥമായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നോർമലി ഇതിൽ ഒരുപാട് ബോട്ടുകൾ ഇതിൽ ആൾക്കാരെയും കൊണ്ട് സഞ്ചരിക്കേണ്ടതാണ്. പക്ഷേ സമയം കുറച്ച് വൈകിയതിനാൽ എല്ലാം നിശ്ചലമാണ്. ഞങ്ങൾ ശാന്തമായി ഒഴുകുന്ന ഗംഗയുടെ തീരത്തിലൂടെ പതുക്കെ ഇങ്ങനെ മുന്നോട്ട് നടന്നു. ഈ ഗട്ടുകൾ, ഇപ്പോൾ ഒരുപാട് ഗട്ടുകളുണ്ട് ഇവിടെ. ഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിൽ ഇറങ്ങി വരാനുള്ള ഒരു സൗകര്യം, ഗംഗയിൽ കുളിക്കാനുള്ള ഒരു സൗകര്യം ഉള്ള സ്ഥലങ്ങളെ ഇങ്ങനെ ഓരോ ഗട്ടുകളാക്കി, ഗട്ടെന്ന് പറഞ്ഞാൽ ഗേറ്റ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ എന്ന് തോന്നുന്നു, അങ്ങനെ തിരിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ സന്യാസിമാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. തിരക്കും വളരെ കുറവാണ്. ഞങ്ങൾ സ്വസ്ഥമായി വൈകുന്നേരം ചെറിയ തണുപ്പൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഗംഗയുടെ തീരത്തിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കൂട്ടം സന്യാസിമാരെ കണ്ടു. ആദ്യമായിട്ടാണ് ഇത്രയും പേരെ ഒരുമിച്ച് കാണുന്നത്. വേറെ എവിടെയും ഇത്രയും ആൾക്കാരെ കണ്ടിട്ടില്ല. പിന്നെ ഇത് വളരെ പഴയ നിർമ്മിതികളാണ്. 1700 ഇരുപത്തിനാലുകളിലും 1724 നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇതിന് പറ്റിയിട്ടുമില്ല. അപ്പം അങ്ങനെ സ്വസ്ഥമായി ഞങ്ങളൊരു സ്ഥലത്തിരുന്ന് ഗംഗയെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്.